നമസ്കാരം സാർ. അമേരിക്കയിൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് അമേരിക്കൻ ചാര സംഘടനകളുടെ എല്ലാം നേതൃസ്ഥാനത്തേക്ക്, ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ഒരു ഹിന്ദുവായിട്ടുള്ള ഒരാൾ വരുന്നു എന്നുള്ളതാണ്. പേര് എന്താണ്? തുളസി ഗബ്ബാർഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ഈ ഇന്ത്യയുമായി പ്രത്യേകിച്ച് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സാർ, എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഇന്ത്യയുമായി ബന്ധമൊന്നുമില്ല. ഒന്നുമില്ല. തുളസി ഗബ്ബാർഡിനെ അമേരിക്കയിലെ നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അമേരിക്കയുടെ ചാര മേധാവിയാണ് എന്ന് പറയാം. ഇവർക്ക് ഈ അവിടുത്തെ FBI-യോ CIA-യോ അവിടെ അതിലൊന്നും പ്രവർത്തിച്ച് പരിചയമൊന്നുമില്ല. അതുകൊണ്ടൊരു സർപ്രൈസ് ചോയ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ട്രംപിൻ്റെ. ഇവർ പട്ടാളത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, കുവൈറ്റിലും ഇറാഖിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം അവർക്കുണ്ട്. അപ്പോൾ ഇവർ ഈ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഏകോപനമുണ്ട്. ഈ ചാരസംഘടനകളുടെയൊക്കെ ഏകോപനമുണ്ട്. 1 ഡസൻ സംഘടനകളുടെ ഏകോപനം ഇവരുടെ കയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവർ തുളസിക്ക് തുളസി ഗബ്ബാർഡിന് എന്തെങ്കിലും ഒരു പദവി ട്രംപിൻ്റെ മന്ത്രിസഭയിൽ, ഈ അവിടെ സെക്രട്ടറി എന്നാണ് പറയുക, മന്ത്രി എന്നല്ല പറയുക. ഇവരൊക്കെ ഇവിടെ മന്ത്രി എന്ന് പറയുന്ന പോലെയാണ് ഇവരൊക്കെ. അപ്പോൾ ആ ഭരണകൂടത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു. തുളസി ഗബ്ബാർഡിൻ്റെ പേരൊക്കെ വന്നിരുന്നു. ആ സമയത്ത് തന്നെ ഇവരുടെ പശ്ചാത്തലം, നമ്മുടെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ഈ ഇന്ത്യൻ വംശജർ ആരൊക്കെ ഉണ്ടാവും എന്ന് ചർച്ച ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ തുളസിയുടെ പേര് എഴുതും. അത് തെറ്റിദ്ധരിച്ചിട്ടൊന്നുമല്ല. ഇതിപ്പോൾ എനിക്കും അറിയാം അവർക്ക് ഇന്ത്യൻ പശ്ചാത്തലമൊന്നുമില്ല. അവർ സമോവ പശ്ചാത്തലമൊക്കെ ഉള്ള ആളാണ്. അച്ഛൻ സമോവയിൽ നിന്നുള്ള ആളാണ്, അമ്മ അവിടുത്തെ കാര്യം തന്നെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ അമ്മ ഒരു ഘട്ടത്തിൽ ഹിന്ദു ആയി. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് 4 കുട്ടികളാണ് അവർക്ക്. അവർ 4 പേർക്കും ഹിന്ദുക്കളുടെ പേരൊക്കെ ഇട്ടു. അവർ ഹിന്ദു ആയ ശേഷം ഇവരെയൊക്കെ ഹിന്ദുക്കളായിട്ട് തന്നെ വളർത്തുകയും ചെയ്തു. അപ്പോൾ ഹിന്ദുവാണ് അവർ. ഇന്ത്യൻ പശ്ചാത്തലമൊക്കെ ഉള്ളവരെക്കാൾ ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ബോബി ജിൻഡൽ ഇന്ത്യൻ പശ്ചാത്തലമുള്ള ആളാണ്. പക്ഷെ അങ്ങേര് ക്രിസ്തുമതം സ്വീകരിച്ചു. പിന്നീട് അമേരിക്കയിൽ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിലനിന്നൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനി ആവുകയാണ് നല്ലത് എന്ന് വിചാരിച്ചിട്ട് ബോബി ജിൻഡൽ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ തിരിച്ചൊരു പ്രോസസ്സ് അവിടെ നടന്ന, അതാണ് ഏറ്റവും കൗതുകമുള്ളത്. അവിടെ അമേരിക്കക്കാരിയായിട്ട് തന്നെയുള്ള ഒരാള് ഹിന്ദുമതം സ്വീകരിച്ചിട്ട് ഹിന്ദുമതം പ്രാക്ടീസ് ചെയ്യുന്നു. അവർ സത്യപ്രതിജ്ഞ ചെയ്തത് ഭഗവത്ഗീതയിൽ കൈ വച്ചുകൊണ്ടാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇതിനു മുമ്പും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ഭഗവത്ഗീത ഉപയോഗിച്ചിട്ടാണ് തുളസി. അപ്പൊ ഇങ്ങനെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് തുളസി. അപ്പോൾ ഇവര് പിന്നീട് തുളസി എന്ന് പേരിടുമൊന്നുമല്ല, അമ്മ തന്നെ തുളസി എന്ന് പേരിട്ടതാണ് അവർക്ക്. ഇവര് ഈ അമേരിക്കൻ കോൺഗ്രസ്സിൽ അംഗമായിരുന്നു. അമേരിക്കൻ കോൺഗ്രസ്സിൽ അംഗമാകുന്ന ആദ്യത്തെ ഹിന്ദുവാണ് അവര്. ആദ്യ ഹിന്ദു കോൺഗ്രസ് അംഗമാണ്. ട്രംപിന്റെ ഇന്റലിജൻസ് ഉപദേഷ്ടാവ് ആണ്. കുറെ കാലം ഇവര് ഡെമോക്രാറ്റ് ആയിരുന്നു. പക്ഷെ ഡെമോക്രാറ്റുകളുടെ നയം ഈ പറഞ്ഞ പോലെ ഈ മറ്റേ സോറോസ് എല്ലാം കൂടി നയിക്കാൻ തുടങ്ങിയത് കൊണ്ട് അതിലൊക്കെ മടുത്തിട്ട് വിട്ടുപോകുന്നതാണ്. 2 ദശകം അവർ ആർമിയിൽ നാഷണൽ ഗാർഡ്സിൽ ഉണ്ടായിരുന്നു. 2022 ഡെമോക്രാറ്റിക് പാർട്ടി വിട്ടത്. ഈ പ്രാവശ്യമാണ് ട്രംപിന്റെ കൂടെ ചേർന്നത്. റിപ്പബ്ലിക്കൻ ആയി മാറുന്നതൊക്കെ ഇപ്പോഴാണ്. അതുകൊണ്ട് പദവിയും കിട്ടി ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട്. അല്ലെങ്കിൽ കമലാ ഹാരിസിന്റെ കൂടെ തോറ്റൊരു പാർട്ടിയുടെ കൂടെ ആയിപ്പോയേനെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചാരപ്രവർത്തനങ്ങളുമായിട്ടൊന്നും അവർക്ക് ഒരു ബന്ധവുമില്ല. പട്ടാളത്തിലുണ്ടായിരുന്നു, ഇന്ത്യൻ പേരില്ല. അമേരിക്ക കരോൾ എന്നാണ് അമ്മയുടെ പേര്. അവർ ഹിന്ദുമതത്തിലേക്ക് മാറി, മക്കൾക്ക് അത് കൊടുത്തു. ഈ അമേരിക്കൻ സമോവൻ പൈതൃകമാണ് ഇവർക്കുള്ളത്. ഭഗവത്ഗീതയിൽ വെച്ചിട്ടാണ് ഈ കോൺഗ്രസ് അംഗമായപ്പോഴും ഇവർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഫോക്സ് ന്യൂസിനോട് അവർ പറഞ്ഞു ഈ ബൈഡൻ ഇവരെ ഈ രഹസ്യ
ഭീകരവാദികളുടെ ലിസ്റ്റിൽ പട്ടികയിൽ പെടുത്തിയതായിട്ട് ഫോക്സ് ന്യൂസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. തുളസിയെ കാരണം തുളസി പാർട്ടി മാറിയല്ലോ, അപ്പൊ ഇവരെ ഭീകരവാദികളുടെ പട്ടികയിൽ അയാൾ ചേർത്തതായിട്ട് ഇവർ പറഞ്ഞിരുന്നു. ഏത് വിമാനത്താവളത്തിൽ ചെന്നാലും ഒരു 30-45 മിനിറ്റ് ഇവരെ പരിശോധിക്കുന്നത്. കാരണം ഇവരെ ഭീകര പട്ടികയിൽ ബൈഡൻ ചേർത്തിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ പറയുന്നത്. കമല ഹാരിസിനെതിരെ ഇവർ 2020 പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനായിട്ട് ശ്രമം നടത്തിയിരുന്നു. കമലയും പിന്നെ വന്നില്ലല്ലോ. ഈ വോക്കിസം ആണ് ഡെമോക്രാറ്റ്, അതായത് തീവ്ര ഇടതുപക്ഷ വിശ്വാസികളൊക്കെയാണ് ഡെമോക്രാറ്റുകൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നത്. ഇവരാണെങ്കിൽ സനാതന ധർമ്മവും കൊണ്ടു കിടക്കുന്ന ഒരാളാണ് തുളസി. ഇറാഖിലും കുവൈറ്റിലും ഈ ഹവായിലാണ് വീട്. ഹവായിൽ നിന്നുള്ള കോൺഗ്രസ് അംഗവുമായിരുന്നു. 2014 ഈ മോദി ആഗോള യോഗാ ദിനം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ മോദിക്ക് വലിയ പിന്തുണ കൊടുത്തിരുന്നു തുളസി. ഇവർ ഒന്നിച്ച് കാണുകയും കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അവരൊന്നിച്ചിട്ടുള്ള ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. ആ യോഗാ ദിനത്തിനെ പിന്തുണച്ചുകൊണ്ട് അന്ന് തുളസി പറഞ്ഞു, പ്രാചീന വേദങ്ങൾ നൽകുന്ന ജ്ഞാനം ഈ പടിഞ്ഞാറൻ ലോകത്തിന് വിസ്മയമാണ് എന്ന് പറഞ്ഞു. അവർ മോദിയെ കണ്ടു. എന്നിട്ട് ഒരു ഭഗവത്ഗീതയുടെ കോപ്പി മോദിക്ക് കൊടുത്തു. തിരിച്ചല്ല, മോദി കുറെ ഭഗവത്ഗീത കോപ്പി കൊണ്ടുപോയിട്ട് ഓരോരുത്തർക്ക് സംഭാവന ചെയ്യുന്ന പോലെയല്ല. ഇവരെന്താന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽ സ്നേഹിച്ച് സൂക്ഷിച്ചിരുന്ന ഒരു ഭഗവത്ഗീത കോപ്പി പ്രാധാന്യമുള്ള അതാണ് മോദിക്ക് കൊടുത്തത്. അല്ലാതെ അവിടെ അപ്പ സ്റ്റോറിൽ പോയി ഒരു ഭഗവത്ഗീത മേടിച്ച് കൊടുത്തതല്ല. അപ്പോൾ ഈ ജന്മാഷ്ടമിക്ക് ഇവര് ഭഗവത്ഗീതയെ പറ്റി വീണ്ടും പറഞ്ഞിരുന്നു. ഭഗവത്ഗീത അതിഭൗതികമായ ധാരകളുള്ള ഒരു ഗ്രന്ഥമാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു അനിശ്ചിതത്വം അനുഭവപ്പെടുമ്പോൾ ജ്ഞാനവും പ്രത്യാശയും നൽകുന്നത് ഭഗവത്ഗീതയാണ്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. ഈ ജന്മാഷ്ടമി സമയത്തുമൊക്കെ ഈ പട്ടാളത്തിൽ സേവനം ചെയ്തിരുന്ന കാലത്തും ഭഗവത്ഗീതയാണ് അവരുടെ ജീവിതത്തിനെ മുന്നോട്ട് നയിച്ചത്. ഇവർ ഈ ഭഗവത്ഗീതയെ പറ്റി ഒരുപാട് തവണ സംസാരിച്ചതായിട്ട് അവരുടെ ജീവിതം നോക്കുമ്പോൾ അറിയാം. സൈനിക കാലത്തും ഭഗവത്ഗീതയാണ് സഹായിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. 2021 ബംഗ്ലാദേശിൽ ഈ ദുർഗാപൂജ സമയത്ത് വലിയ അതിനെതിരെ അതിന് ഇപ്പോൾ ഉണ്ടായി. പക്ഷെ 2021 അങ്ങനെ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവരൊരു വീഡിയോ ഇറക്കിയിരുന്നു. തുളസി തന്നെ സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ ആ പ്രക്ഷോഭത്തിനെ, ദുർഗാപൂജക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ആളുകളൊക്കെ നടത്തുന്ന പ്രക്ഷോഭത്തിനെ അപലപിച്ചുകൊണ്ട് ഒരു വീഡിയോ അവർ ഇറക്കിയിരുന്നു. ഈ 21 വയസ്സിൽ ഹവായിലെ നിയമസഭയിൽ അംഗമായതാണ്. വളരെ ഹവായില് വളരെ ചെറുപ്പത്തിൽ അവിടുത്തെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു അന്ന്. പിന്നെ ഇവർ ഈ മിഡിൽ ഈസ്റ്റ്, ഗൾഫിലെ ഇസ്ലാമിക ഭീകരതക്കെതിരെ എപ്പോഴും സംസാരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കൂടെയാണ് എന്നർത്ഥം മിഡിൽ ഈസ്റ്റ്. ഈ ഇവരുടെ മാതാപിതാക്കള് കരോൾ ആൻഡ് മൈക്ക്, കരോളും മൈക്കുമാണ് അമ്മയും അച്ഛനും. അവർക്ക് 5 കുട്ടികളുണ്ട്. 5 കുട്ടികളിൽ 4ാമത്തെ ആളാണ് തുളസി. ഹവായിലേക്ക് കുടിയേറിയ ശേഷം ആണ് അമ്മ ഹിന്ദു മതത്തിൽ ആകൃഷ്ടയായി ഹിന്ദു മതത്തിൽ ചേർന്നത്. ഇവർ ഈ മാർഷ്യൽ ആർട്സ്, കളരി എന്ന് പറയാം, അതൊക്കെ പഠിച്ചിട്ടുണ്ട് തുളസി. അത് നമ്മുടെ തന്നെ ഒരു പൈതൃകമൊക്കെ നോക്കിയൊക്കെ ചെയ്തതാണ്. പിന്നെ ഈ വൈഷ്ണവ സംഘടനയായ SIF എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ഐഡന്റിറ്റി ഫൗണ്ടേഷൻ, അതാണ്. അത് ഇസ്കോണുമായിട്ട് ഹരേകൃഷ്ണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ വൈഷ്ണവ സംഘടന SIF, സയൻസ് ഓഫ് ഐഡന്റിറ്റി ഫൗണ്ടേഷൻ. അതിൻ്റെ അകത്തും അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ ഇവർ കൃഷ്ണനെ പറ്റി ഗിറ്റാർ വായിച്ചുകൊണ്ട് കൃഷ്ണനെ പറ്റി ഇവർ പാടുന്ന പാട്ടുകൾ അവരുടെ ശൈലിയിൽ ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും, കേൾക്കാനും കാണാനും കഴിയും. ഇവർക്ക് ഇപ്പോൾ നാഷണൽ
ഈ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ പദവിയിൽ ഇവർ 18 സംഘടനകളുടെ മേൽനോട്ടവും ഏകോപനവുമാണ് അവർക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ 18 ഇൻ്റലിജൻസ് സുപ്രധാന പദവിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പദവി. ഏകോപനം നടത്തുക, ട്രംപിന് ബ്രീഫ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ട്രംപിന് എത്രമാത്രം വിശ്വാസമാണ് ഒരു ഹിന്ദുവിനെ എന്നുള്ളതാണ്. അതുകൊണ്ട് തുളസിയുടെ നീക്കങ്ങൾ ശരിക്കും സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു 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 നയം, ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ട് നയത്തിലും അത് പ്രതിഫലിക്കുന്നതാണ് നമ്മൾ കാണേണ്ടത്. അവർക്ക് ഭഗവത്ഗീത, അതുപോലെ അർജുനൻ, ശ്രീകൃഷ്ണൻ, ഇതൊക്കെ അവരുടെ മഹാപുരുഷന്മാരാണ്. അവർ കുട്ടിക്കാലം മുതലേ വായിക്കുന്ന പുസ്തകങ്ങളാണ് ഈ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ഒക്കെ. അപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയം തന്നെ മാറുകയാണ്. നമ്മൾ സാഹിത്യമൊക്കെ പഠിക്കുമ്പോൾ തോറോയെ പോലുള്ള കവികൾ അവർ ഇന്ത്യയിലൊന്നും വന്നിട്ടില്ല. പക്ഷെ അവിടെ തന്നെ നിന്നിട്ട് ഈ ഇന്ത്യയെ പറ്റിയൊക്കെ കണ്ട് ഇന്ത്യയെ പറ്റിയൊക്കെ കവിതകളിലൊക്കെ പണ്ട് വാൾട്ട് വിറ്റ്മാൻ, ഈ തോറോ, ഈ കവികളൊക്കെ ഇന്ത്യയെ പറ്റി എഴുതുന്നുണ്ടായിരുന്നു. അവരുടെ കവിതകളിലൊക്കെ പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹിന്ദുമതത്തിനാണെങ്കിൽ അവിടെ നന്നായി വേര് പിടിക്കുന്നുമുണ്ട്. അതും നമുക്ക് കാണാം. ഹിന്ദുമതം അമേരിക്കയിൽ എത്രമാത്രം വേര് പിടിക്കുന്നു എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അത് വേറൊരു വിഷയമാണ്. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.